ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലയാളം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തെ ഫസ്റ്റ് വീക്കിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സെക്കൻഡ് വീക്കായിട്ട് അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലീസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം തീരെ വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം ബോർഡർ അപ്ഡേറ്റ് ആണ്. ജയിലർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, മനോജ് വിജയൻ, ദിവ്യ പിള്ള, ബിനു അടിമാലി, ശ്രീജിത്ത് രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ജയിലർ എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലെ വൺ ഡിസാസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് ബോംബായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ജയിലർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം ഏപ്രിൽ 4-ാം തീയതി കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മച്ചാന്റെ മാലാക എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൗബിൻ സാഗിർ, അതുപോലെ തന്നെ നമിത പ്രമോദ്, ശാന്തി കൃഷ്ണ, ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ വിനീത് തട്ടിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി കോമഡി ഡ്രാമ പത്രത്തിലൂടെ ചിത്രമായിരുന്നു മച്ചാന്റെ മാലാക എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഐര് ചേർത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബിഗ് ബെൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനു മോഹൻ, അതുപോലെ തന്നെ വിനീത് ഫോർട്ട്, മിയ ജോർജ്, വിജയ് ബാബു, അതിഥി രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ബിഗ് ബെൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചെറുതിന്റെ OTT റൈറ്റ്സ് നേരത്തെ മാർച്ച് 22 സൺനെസ്റ്റ് ആയിരുന്നു പറയുന്നുണ്ടായിരുന്നെങ്കിലും പോസ്റ്റ്പോൺ ചെയ്ത് ചിത്രം ഇപ്പോൾ ഏപ്രിൽ 4-ന് സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കടൈസി തോട്ട എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ രാധാ രവി, അതുപോലെ തന്നെ ശ്രീകുമാർ ഗണേഷ്, വാനിത ജയകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു. ഒരു ക്രൈം ഡ്രാമ പദത്തിൽ എടുത്താവുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു കടൈസി തോട്ട എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു തമിഴ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ R മാധവ്, അതുപോലെ തന്നെ നയൻതാര, സിദ്ധാർത്ഥ്, ജീന ജാസ്മിൻ, നാസർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ പദത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ചിത്രമാണ് ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് എത്തുന്ന ഒരു ചിത്രമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മർമർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റിച്ചി കപൂർ, അതുപോലെ തന്നെ ദേവരാജ് ആറുമുഖം, അതുപോലെ തന്നെ യുവിക രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു തമിഴ് മൂവിയായിരുന്നു മർമർ എന്ന് പറയുന്നത്. മാർച്ച് മാസം 7-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലൊരു ചെറിയൊരു അനക്കം സൃഷ്ടിച്ചു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബേബി ആൻഡ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സത്യരാജ്, യോഗി ബാബു, ജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ബേബി ആൻഡ് ബേബി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ സൺനെസ്റ്റ് പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ മറ്റൊരു OTT റിലീസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആഹാ തമിഴിലൂടെ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ചിത്രം ആഹാ തമിഴിലൂടെ ചിത്രം ഏപ്രിൽ 4-ാം തീയതി കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഹോം ടൗൺ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. രാജീവ് കനകല എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് വെബ് സീരീസ് ആണ് ഹോം ടൗൺ എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തെലുങ്ക് ആക്ടർ പൃഥ്വിരാജ്, അതുപോലെ തന്നെ നവദീപ്, പ്രമോദിനി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് ടച്ച്
ടച്ച് മീ നോട്ട് എന്ന് പറയുന്നത് ഈ ഒരു വെബ് സീരീസ് വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ഈ വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കാഫിർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹിത് റെയ്ന അതുപോലെ തന്നെ മിയ മിർസ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ പദത്തിൽ ഉയർത്താവുന്ന ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു കാഫിർ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി C5 ഡയറക്റ്റ് OTT റിലീസിനെത്താണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചൗവ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന അതുപോലെ തന്നെ കിരൺ റാവുത്തർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി പീരിയോഡിക്കൽ ആക്ഷൻ ഡ്രാമ പദത്തിലെടുത്താണ് ചിത്രമായിരുന്നു ചവ്വ എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം 700-800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവിയായിരുന്നു ചവ്വ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാവുന്ന കുറച്ച് അപ്കമിംഗ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൗബിൻ സാഹിർ, ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള സോണി ലീവ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി സോണി ലീവിലൂടെ ചിത്രം പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഷാജി കലാവ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വിഷു പ്രീമിയറായിട്ടാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സജിൻ ഗോപു അതുപോലെ തന്നെ അനശ്വര രാജൻ, ജിസ്മ, ചന്തു സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ പദത്തിലെടുത്താണ് ഒരു കോമഡി ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 15-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ്, ഉണ്ണിലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ OTT റൈറ്റ്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. മേ ബി ഈ ചിത്രം വിഷു പ്രീമിയറായിട്ട് ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മോഹൻ, നിഖില വിമൽ അതുപോലെ തന്നെ ഷാം മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമ പദത്തിലെടുത്താണ് ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന. തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഏകദേശം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് ഏപ്രിൽ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രോമാൻസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ, മാത്യു തോമസ്, സംഗീത് പ്രതാപ് അതുപോലെ തന്നെ കലാഭൻ ഷാജോൺ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ബ്രോമാൻസ് എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എനിക്ക് തോന്നുന്നു വിഷു പ്രീമിയറായിട്ട് സർപ്രൈസ് റിലീസ് OTT റിലീസിന് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആമസോൺ പ്രൈമാണ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡി സ്പോർട്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മുക്ക അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ് അതുപോലെ തന്നെ ലെന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡൊമിനിക്കൻ ലേഡി സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൗതം വാസുദേവനെ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു ഡൊമിനിക്കൻ ലേഡി സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ചിത്രം സർപ്രൈസ് റിലീസായിട്ടാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.